എന്ന് എനിക്ക് അധികം ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. ബട്ട് ദിസ് ഇസ് റിഗാർഡിങ് ദാറ്റ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇയേഴ്സ് അഗോ ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുമ്പ് എനിക്കൊരു ഇമെയിൽ വന്നു. എൻ്റെ പണ്ടത്തെ ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ആൻഡ് ഹീ ഈസ് ഇൻ ദി US, ഒരു US സിറ്റിസൺ ആണ്. ആൻഡ് ഹീ റോട്ട് ടു മീ, പൂജ, ആർ യു സ്റ്റിൽ ഡൂയിങ് റീഡിങ്സ് എന്ന്. എന്ത് റീഡിങ്സ് ആണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കോളേജിൻ്റെ ഫൈനൽ ഇയർ ആയ സമയം, അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2 സെമസ്റ്ററിൽ, ഫസ്റ്റ് സെമസ്റ്റർ കുറേ പഠിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ബട്ട് സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോജക്റ്റ്. അത് ഞങ്ങൾ എൻജോയ് ചെയ്ത സാധനമാണ്. കാരണം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി ചെയ്ത ഒരു ടോപ്പിക്കാണ് ചെയ്തത്. സോ ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് അന്ന് അവിടെ സബ്മിറ്റ് ചെയ്ത പ്രോജക്ട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി. സോ എനിക്ക് കിട്ടിയ ഫ്രീ ടൈമിൽ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഐ ഹാഡ് ആക്ച്വൽ യൂട്യൂബർ ഫ്രണ്ട്. ഞാൻ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരുന്നെങ്കിൽ ഹി വാസ് വെരി ഇൻറ്റൻഷണൽ. ഓക്കെ, അവൻ്റെ വീഡിയോസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100K അത്ര വ്യൂസൊക്കെ ആയിരുന്നു. അവൻ ഫേസ്ബുക്കിലും ഭയങ്കര ഫേമസ് ആയിരുന്നു. അവൻ പക്ഷേ ഡൽഹിയിലാണ് പഠിച്ചിരുന്നേക്കെ, പഞ്ചാബ് ആ ഒരു ഏരിയയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അവൻ എന്തോ ഒരു ആവശ്യത്തിന് പഞ്ചാബിൽ പോയി. ഓക്കെ, എന്നിട്ട് അവൻ ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ പറയായിരുന്നു, എടാ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ ഈ ക്ലിപ്പുകൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി, ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യം, എന്നെ ഇങ്ങനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തു. ഞാനും ക്യൂരിയസ് ആയിരുന്നു. ഓക്കെ, അവൻ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് ആ വീഡിയോയ്ക്ക് വേണ്ടി പോയതല്ലേ. അപ്പോൾ അവൻ എനിക്ക് ഈ ഇൻഫർമേഷനൊക്കെ തന്നു. ആ ഫോൺ ഞാൻ വൈകുന്നേരമാണ്. ഓക്കെ, ഫോൺ കട്ട് ചെയ്തു, കിടന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി അവൻ എന്നോട് അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്താ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരിടത്ത് സ്റ്റേ ചെയ്യാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മൈൻഡിൽ അവൻ നിൽക്കുന്ന സ്ഥലം എനിക്ക് കാണാം. ഓക്കെ, അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് അറിയാം. അപ്പോൾ കോള് കട്ട് ചെയ്ത ഞാൻ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് അവനെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എടാ നീ ഇപ്പം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ടെറസിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞ്, പൂജ ഞാൻ ഇപ്പോൾ വിളിക്കാവേ എന്ന് പറഞ്ഞാൽ അവൻ ഇമ്മീഡിയറ്റ്ലി ഫോൺ കട്ട് ചെയ്തു. അപ്പം ഞാൻ വിയർഡ് ഔട്ടായി, എന്താ ഇവന് കട്ട് ചെയ്ത്, ഒന്നും മിണ്ടാതെ കട്ട് ചെയ്ത്. എന്നിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വിളിക്കാൻ വേണ്ടി പോയതാ, നിനക്കെങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നീ ഇപ്പം എവിടെയാ? നീ ഒരു ടെറസിൽ, അതായത് ഒരു 4 കോർണറുള്ള ടെറസ്, അതിനകത്ത് ഒരു കോർണറിൽ കുറച്ച് ഈ എന്താ പറയുക കട്ട ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. അവിടെ ഇവൻ ഇന്ന കളറിലുള്ള ടീഷർട്ടും ഷോർട്ട്സും ഇട്ടിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അവൻ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ബെഡിൽ കിടക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, ഓ ചുമ്മാ എനിക്ക് തെറ്റിപ്പോയതാന്ന് കരുതി. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല പൂജ, നീ വിളിച്ചപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീ എന്നോട് എക്സാക്ട് ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഫ്രീക്ക് ഔട്ട് ആയിട്ട് ലൈറ്റ് ഇട്ടിട്ട് നിന്നെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി മേ ബി കോയിൻസിഡൻസ്. ഓക്കെ, പക്ഷെ ഇവനിത് ഭയങ്കരമായിട്ട് സ്റ്റക്കായി, ഇവനിത് ഭയങ്കരമായിട്ട് ഒരു എന്നുള്ളൊരിതായി. അടുത്ത ദിവസം ഇത്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പൂജ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ പറഞ്ഞാൽ എന്ത് പറ്റി? ഇടി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു 3000 രൂപയുടെ, അത് കാണാനില്ല. അത് ഞാൻ എവിടെയാണെന്ന് അവനും പറഞ്ഞു കൊടുക്കണം. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പോടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. പക്ഷേ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, പാവം 3000 രൂപയുടെ ജീൻസ് അല്ലേ കളഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അതൊരു വുഡൻ കബോർഡിൽ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന റോയിൽ ഇന്ന ഇടത്ത് അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പോടി അവിടെ, നീ ഈ ഒരു സ്ഥലത്ത് വുഡൻ കബോർഡേ ഇല്ല, ഒരു വുഡൻ അലമാര അവിടെ ഇല്ല, നീ പോടി മണ്ടി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം അവൻ എന്നെ തിരിച്ച് വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ഡി സോറി. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ആക്ച്വലി ഞാൻ ആ ജീൻസ് വീട്ടിൽ നിന്ന് എടുത്തില്ല, അത് വീട്ടിൽ വുഡൻ കബോർഡാണ്, അതിൻ്റെ അവിടെ നീ പറഞ്ഞ അതേ സ്ഥലത്ത് മടക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിചാരിച്ചു കോയിൻസിഡൻസ് ആയിരിക്കും. പക്ഷേ ഇവൻ ഇതൊരു അവസരമായിട്ടെടുത്ത് എപ്പോഴും അവൻ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് എന്നോട് ചോദിക്കുമ്പോൾ റാൻഡംലി ഇത് റിയൽ ആവാൻ തുടങ്ങി. സോ ഐ വാസ് ലൈക്ക് എന്താണെന്നുള്ള ഒരു ഇതായി. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഇതിനെപ്പറ്റി. ഇതെന്താ ക്ലെയറോവോയൻസ് അല്ലെങ്കിൽ ക്ലെയർ സെൻറ്റിയൻസ്? ക്ലെയറോവോയൻസ് എന്ന് വെച്ചാൽ ക്ലിയർ സീയിങ്, നമുക്ക് കണ്ണല്ലാണ്ട് തന്നെ കാണാൻ പറ്റുക. സോ സെവറൽ ഇൻസിഡൻസ് ഇൻ മൈ ലൈഫ് ഐ ഹാഡ് വെയർ ഞാൻ ഉറക്കത്തിൽ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫുൾ സാധനം കാണാൻ പറ്റും. ഓക്കെ,
ഐവ് ഡൺ എന്ന് വെച്ചാൽ കണ്ണ് ഞാൻ പ്യുവർലി അടച്ചിരിക്കുകയാണ്, ബട്ട് ഐ ക്യാൻ സീ തിങ്സ്. ഇങ്ങനെയൊക്കെ എനിക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് മീ. മാത്രമേ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു സെക്കൻഡ് പേഴ്സൺ അത് അറിഞ്ഞിട്ടില്ല. നൗ ഹീ ഹാസ് റെക്കഗ്നൈസ്ഡ്, ഓക്കെ ഇവൻ ഞാൻ മനസ്സിലായി ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് അന്നൊക്കെ അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ സൈക്കിക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സൈക്കിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 5 സെൻസസ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആവും എന്ന് ഉള്ളത് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഞാൻ ഈ സൈക്കിക്സിനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഞാൻ റെഡിറ്റിലാണ് എത്തിയത്. റെഡിറ്റിൽ ചെന്നു, കുറേ സൈക്കിക്സ് ഉണ്ട് അവിടെ. ആക്ച്വലി ഇതൊരു ജോലിയായിട്ട് ചെയ്യുന്ന ഒരുപാട്, ഞാനിപ്പോൾ ആസ്ട്രോ ടോക്കിനെ പറ്റിയൊക്കെ കളിയാക്കി പറഞ്ഞില്ലേ, അപ്പോഴാണ് ഈ ഒരു ഇമെയിൽ എനിക്ക് വന്നതും, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഇമെയിൽ വന്നതും, ആൻഡ് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഓൾ ഓഫ് ദീസ് തിങ്സ്. സൈക്കിക് അല്ലെങ്കിൽ മീഡിയംഷിപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ആസ്ട്രോളജി ആയിട്ട് ബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് യു. ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒബ്സർവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏത് മനുഷ്യനും സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഭയങ്കര സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദെൻ ഐ റീച്ച്ഡ് റെഡിറ്റ്. അപ്പോൾ അവിടെ കുറേ ആക്റ്റീവ് സൈക്കിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസിങ് സൈക്കിക്സ്, അവരുടെ ഈ ഒരു എബിലിറ്റി ടു സീ, ലൈക്ക് കണ്ണില്ലാതെ കാണുക, കണ്ണില്ലാതല്ല, നേരിട്ട് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് എത്താതെ അവിടുത്തെ സ്ഥലങ്ങൾ കാണുക എന്നൊക്കെയുള്ള. അപ്പോൾ ഈ റിമോട്ട് വ്യൂയിങ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, കേസുകൾ തെളിയിക്കാനും അല്ലെങ്കിൽ പല പല രാജ്യങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ പല കാര്യങ്ങൾക്കും സൈക്കിക്സിനെയും റിമോട്ട് വ്യൂവേഴ്സിനെയൊക്കെ ഇൻ്റലിജൻസ് ഏജൻസീസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അതിൻ്റെയൊക്കെ ഒരുപാട് റെക്കോർഡ്സ് അന്നൊക്കെ ഞാൻ കുറേ റിസർച്ച് ചെയ്തൊക്കെ പോയായിരുന്നു.